നമസ്കാരം. വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോസ് ഒക്കെ ഒന്ന് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം വേണം, സമ്പത്ത് വേണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക സാമ്പത്തികം വേണം എന്നുള്ളത്. അതല്ലെങ്കിൽ ഓം ലക്ഷ്മി ദേവിയെ നമഃ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരു വീഡിയോസും പ്രത്യേകിച്ച് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു വീഡിയോസും വെറുതെ കണ്ടുപോകാതിരിക്കുക. അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന അറിവിന് ഒരു ദക്ഷിണയായിട്ട് ഒരു ലൈക്കോ അതല്ലെങ്കിൽ ഒരു കമന്റോ ചെയ്യുക. അപ്പോൾ ചോദിക്കും, ഇതിലൊക്കെയാണോ കാര്യം, കമന്റ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്, ആ ഒരു ദക്ഷിണ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കും. കമന്റ് ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു എനർജി അവരിലേക്ക് എത്തിക്കും. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾക്ക് തരുന്നതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ തിരിച്ചൊരു ദക്ഷിണ നന്ദിപൂർവമായിട്ട് തിരിച്ചൊരു എനർജി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന അറിവുകളിൽ നിന്നും ഒന്നും ഒരു ഗുണവും ഉണ്ടായിരിക്കില്ല. ഞാൻ മിക്കവാറുമുള്ള വീഡിയോസിനകത്ത് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ആദ്യം താഴെ ലക്ഷ്മി ദേവിയെ നമഃ എന്ന് കമന്റ് എഴുതിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതും നിങ്ങൾ ഒരുപാട് ഡെയിലി തന്നെ കാണുന്നതുമായിട്ടുള്ള ഈ ഒരൊറ്റ ഇല കൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തികത്തിന് വളരെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഇത് നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കും എന്നറിയില്ല. പക്ഷെ നമ്മളുടെ ഹിന്ദുമത പ്രകാരം മാത്രമല്ല, ബുദ്ധമതം എടുത്താലും ഈജിപ്ഷ്യൻസിന്റെ എടുത്താലും അതല്ല ഗ്രീക്ക് എടുത്താലോ അല്ലെങ്കിൽ യൂറോപ്യൻസിന്റെ ഒക്കെ തന്നെ എടുത്താലും അവരുടെ എല്ലാം താന്ത്രികപരമായ കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇലയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. നമ്മളുടെ നാട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ്, നമ്മൾ വീടുകളിൽ മിക്കവാറും ഉപയോഗിക്കുന്നതുമായ ഒരു ഇലയാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. സർവ്വസുഗന്ധി അല്ലെങ്കിൽ സുഗന്ധിപ്രിയയായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സുഗന്ധ ദ്രവ്യങ്ങളിലുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും തന്നെ ഏലക്കയ്ക്ക് അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ സിനമൻ അല്ലെങ്കിൽ കറുകപ്പട്ട എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. ഇന്ന് ഇവിടെ പറയുന്ന ഇലയായ ആ ഒരു ഇലയാണ് ബേ ലീഫ്, അതല്ലെങ്കിൽ കറുകപ്പറ്റയുടെ ഇല, അതും അല്ലെങ്കിൽ വയനയില. ഈ വയനയിലയും കറുകപ്പറ്റയുടെ ഇലയും ഒക്കെ തന്നെ ഒരേ സയന്റിഫിക് ഗ്രൂപ്പിൽ വരുന്ന മരത്തിന്റെ ഇലയാണ്. സുഗന്ധപൂരിതമായ ഈ ഒരു ഇല, അതാണ് ഏറ്റവും പ്രാധാന്യം. നിങ്ങൾക്ക് മസാലക്കൂട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഈ ഇല ലഭിക്കും. ഈ ഒരൊറ്റ ഇല നിങ്ങളുടെ പേഴ്സിൽ വെച്ചാൽ മതി, നിങ്ങൾക്ക് സാമ്പത്തികത്തിന്റെ വളരെ ഒരു നേട്ടമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്നുകൂടി പറയട്ടെ, സാമ്പത്തികം ഉണ്ടാകുന്നത് വെറുതെ ഇരുന്നു കൊണ്ടല്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് അധ്വാനിക്കുന്നവരുണ്ടോ, ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്ത് പല വിധേന എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാനായിട്ട് നട്ടം തിരിയുന്നവരുണ്ട്. പക്ഷെ എത്ര സമ്പാദിച്ചാലും കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാതെ കടം പെരുകുന്നവർ, അതല്ലെങ്കിൽ പാഴ്ചെലവായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് വരുന്ന സമ്പത്ത് നിലനിൽക്കുവാനും സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരുന്നത്. അതല്ലാതെ വെറുതെ വീട്ടിലിരുന്ന് വീഡിയോസും കണ്ട് യൂട്യൂബിനകത്ത് ഓരോന്ന് സ്ക്രോള് ചെയ്തിരുന്ന് ഈ ഒരു ഇല പേഴ്സിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ, യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും പണം വരും, അല്ലാണ്ട് ഒരാൾക്ക് പണം വരും എന്നല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ മിക്കവാറും എല്ലാവർക്കും ലോങ് വീഡിയോസ് കാണുവാനായിട്ട് ഒരു താല്പര്യവുമില്ല. ഷോർട്സില് അല്ലെങ്കിൽ ചെറിയ ലെങ്തിലുള്ള വീഡിയോസുകളൊക്കെയാണ് ആളുകൾ കാണുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യം പറഞ്ഞു പോകുന്നത്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ നമ്മുടെ വീഡിയോസിനൊന്നും ആരും കാണാറില്ല. അതൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു ഇലയുടെ പേരറിഞ്ഞിട്ട് പെട്ടെന്ന് ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോകും. പക്ഷേ അങ്ങനെയല്ല, ഇത് ഉപയോഗിക്കേണ്ട രീതിക്കും വ്യത്യാസമുണ്ട്. നമ്മളുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം പൂജകളിലും യജ്ഞങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു കറുകപ്പട്ട, അതല്ലെങ്കിൽ ബേ ലീഫ്, കറുകപ്പട്ടയുടെ ഇല അല്ലെങ്കിൽ വയണയില, ബേ ലീഫ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ യൂറോപ്യൻസിന്റെ ആ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അവരും
മണി അട്രാക്ട് ചെയ്യുവാനും അവരുടെ സ്നേഹിച്ച വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് പല രീതിയിലുള്ള അവര് ഷാഡോ വർക്ക് എന്ന് പറയും, വിച്ച് വർക്ക് എന്നൊക്കെ പറയും. അത് ചെയ്യുവാനും ഈ വയനയില അല്ലെങ്കിൽ ബേ ലീഫ് ഉപയോഗിക്കുന്നുണ്ട്. ബേ ലീഫിന് അത്ര കണ്ട് അത്രയ്ക്കൊരു ഫലമുള്ളത് കൊണ്ടാണ് എല്ലാവരും എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നല്ല ലോകത്തെ പല ഭാഗങ്ങളിലും ഈ ഒരു ഇല ഉപയോഗിക്കുന്നത്. കാരണം ഈ ഒരു ഇലയ്ക്ക് നെഗറ്റിവിറ്റി അകറ്റി അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജിയെ പുറത്തേക്ക് വിടുവാനുള്ള ഒരു വളരെയധികം കഴിവുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു മണം സുഗന്ധിപ്രിയയായ ലക്ഷ്മി ദേവിയെ അട്രാക്ട് ചെയ്യുവാനും ലക്ഷ്മി ദേവി വന്നു കഴിഞ്ഞാലാണ് സാമ്പത്തികം വരുന്നത്. അപ്പോൾ അതിനും കഴിവുള്ളതാണ് ഈ ഒരു ഇല. അപ്പോൾ ഈ ഒരു ഇല സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ല ഒരു ഇല എടുത്താലാണ് അതിൻ്റെതായ രീതിയിൽ നല്ലൊരു എനർജി വരുന്നത്. ഇപ്പോൾ ഒരു പൊട്ടിയതോ വാടിയതോ പുഴുക്കത്തുള്ള ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ഡിഫക്റ്റഡ് ആയിട്ടുള്ള എനർജി ആയിരിക്കും ആ ഒരു ഇല പുറത്തേക്ക് വിടുന്നത്. അതുപോലെ തന്നെ ഈ പൂജാകാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും നമ്മൾ മണത്ത് നോക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്ക് അങ്ങനൊരു ടെൻഡൻസി നോർമലായിട്ട് വരും ഇതൊന്ന് മണത്ത് നോക്കാൻ. നിങ്ങൾ അറിയാതെ മണത്ത് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇല മാറ്റി പുതിയ ഒരു നല്ല ഒരു ഇലയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഈ കർമ്മം ചെയ്യുവാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ തന്നെ ദിവസമായ വെള്ളിയാഴ്ച അതല്ലെങ്കിൽ പൗർണമി ദിവസമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇതിനു മുമ്പിട്ട് പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തികം നിൽക്കുവാനായിട്ട് ഏറ്റവും നല്ലത് പച്ച നിറത്തിലുള്ളതോ അതല്ല ചുവന്ന നിറത്തിലുള്ളതോ ആയിട്ടുള്ള പേഴ്സാണ്. ഈ നിറത്തിലൊക്കെ എന്താണ് കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഓരോ നിറങ്ങളും ഓരോ രീതിയിലുള്ള എനർജികളാണ് പുറപ്പെടുവിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട നിറങ്ങളായ പച്ചയോ ചുവപ്പോ ആ രണ്ട് നിറത്തിലുള്ള ഏതെങ്കിലും ഒരു നിറത്തിലുള്ള പേഴ്സാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ബേ ലീഫ് ഈ ഒരു ഇല നിങ്ങൾ തുടച്ച് വൃത്തിയാക്കുക. അതല്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം വെള്ളിയാഴ്ച ആയാലും പൗർണമി ദിവസമായാലും വൈകിട്ട് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. ഈ ഒരു ഇല ശുദ്ധീകരിച്ചതിന് ശേഷം ഈ ഒരു ഇലയ്ക്കകത്ത് പച്ചമഷിയാണ് ഏറ്റവും ഉത്തമം. പച്ചമഷി വെച്ചോ, ഇനി പച്ചമഷി ഇല്ലെങ്കിൽ ചുവന്ന മഷി വെച്ചോ നിങ്ങൾ പറയുന്നത് പോലെ എഴുതേണ്ടതാണ്. താഴെ കമന്റുകൾ വന്നിട്ട് പച്ചയും ചുവപ്പും ഇല്ല എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രണ്ട് നിറങ്ങൾ പറയുന്നതിന് സയന്റിഫിക്കലി റീസൺ ഉണ്ട്. ഈ നിറങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു 5 രൂപ പോലും ഇല്ലല്ലോ ഒരു പച്ച പേനയ്ക്ക്. ആ ഒരു പേന വാങ്ങിക്കുക. അതല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ സ്കെച്ച് പേനയുണ്ടല്ലോ, ചുവപ്പ് അല്ലെങ്കിൽ പച്ച കളറിലുള്ളത് വെച്ചിട്ട് എഴുതാവുന്നതാണ്. നിങ്ങൾ ഇതിൽ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം എന്താണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടൊരു കടം വീട്ടുവാനായിട്ടൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ 10,000 രൂപ തന്ന് സഹായിക്കണമേ ലക്ഷ്മി ദേവി, അല്ലെങ്കിൽ ഓം ലക്ഷ്മി ദേവിയെ നമഃ, ആ രൂപയും എഴുതണം, ലക്ഷ്മി ദേവിയെ നമഃ എന്നും കൂടി എഴുതുക. ഈ എഴുതുന്നത് കുറച്ച് മഷി നല്ല രീതിയിൽ വരുന്ന രീതിയിലാണ് ആ ഒരു ലീഫിനകത്ത് എഴുതേണ്ടത്. ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾ ആ ഒരു ഇലയെ നിങ്ങളുടെ വലത് കൈക്കുള്ളിൽ വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് നല്ലതുപോലെ അമുക്കി അങ്ങ് പിടിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? ആ ഇലയിലെ മഷി നിങ്ങളുടെ ഇടത് കൈയിലും കൂടി പറ്റും. അതാണ് നമ്മൾക്കും വേണ്ടത്. അതിനുശേഷം ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കാം. ഓം ശ്രീം മഹാലക്ഷ്മി നമഃ എന്ന് നിങ്ങൾക്ക് ചൊല്ലാം. ഇതറിയാത്തവരാണെങ്കിൽ ലക്ഷ്മി ദേവി നമഃ എന്ന് പ്രാർത്ഥിക്കാം. ഇതും പറ്റില്ല, മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത്. ഈ മന്ത്രം നിങ്ങൾ 7 തവണയോ 11 തവണയോ മന്ത്രം ഉരുവിട്ട് നിങ്ങളുടെ ആവശ്യം ലക്ഷ്മി ദേവിയോട് പറഞ്ഞിട്ട് അതിനുശേഷം ഈ ഇല നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൽ വളരെ നിവർത്തി പൊട്ടാണ്ട് നിവർത്തി വെക്കുക. അതാണ് ഏറ്റവും ഉത്തമം. ഇനി ഇത് നനഞ്ഞു പോകുന്നൊക്കെ പേടിയുള്ളവരാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഈ ഒരു ഇലയെ കവർ ചെയ്തിട്ട് ആ ഒരു പേഴ്സിനുള്ളിൽ വെക്കാം. പിന്നെ ഇനി എത്ര നാള് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യസാധ്യം നടക്കുന്നത് വരെ ഇതിനെ വെക്കാം. സ്ത്രീകൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഈ പേഴ്സ് എടുക്കുന്നതിൽ കുഴപ്പമില്ല. ആ ഒരു ഇലയിൽ തൊടാതിരിക്കാൻ നോക്കുക. ഇനി ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ ഇലയെ എടുത്തിട്ട് നിങ്ങൾക്ക് കത്തിച്ച് കളയാം. എപ്പോഴാണ് കത്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച വൈകിട്ട് കത്തിക്കുക. അതല്ലെങ്കിൽ കറുത്ത വാവിന്റെ ദിവസം നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. കത്തിച്ച് കളഞ്ഞിട്ട് ആ ഭസ്മത്തിനെ നിങ്ങൾക്ക് ഭൂമിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇത്രയാണ് ഇതിന്റെ കർമ്മം. ഈ ഒരു കർമ്മം ചെയ്തിട്ട്
ഒരുപാട് പേർക്ക് സാമ്പത്തികപരമായി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നവർക്ക് സാമ്പത്തികം കിട്ടി എന്നല്ല, സാമ്പത്തികം കയ്യിൽ നിൽക്കാതെ കൈ ചോർന്നു പോകുന്നവർക്ക് അതിന് ഒരു തടസ്സം എന്ന് വെച്ചാൽ അതൊന്ന് കുറഞ്ഞ് അവർക്ക് സാമ്പത്തികം നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. ആ കൈ ചോർച്ച മാറുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇല കയ്യിൽ പതിപ്പിച്ചിട്ട് നമ്മളുടെ കയ്യിലും ആ ഒരു ആവശ്യം പതിയുന്നത്. അത് എത്ര നാള് വെക്കണം എന്നൊന്നുമില്ല, അത് മാഞ്ഞു പോകുമ്പോൾ പൊക്കോട്ടെ, അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ പതിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഡോമിനന്റ് ആയിട്ടുള്ള കയ്യിലാണ് ഇത് പതിപ്പിക്കുന്നത്. ഇപ്പം വലത്തെ കൈയായിട്ട് നിങ്ങളുടെ ഡോമിനന്റ് നിങ്ങൾ എഴുതുവാനും മറ്റും ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പതിപ്പിക്കേണ്ടത് നിങ്ങളുടെ വലത്തെ കൈയിലാണ്. ഇടത്തെ കൈയാണ് നിങ്ങളുടെ ഡോമിനന്റ് എന്ന് വെച്ചാൽ എഴുതുവാനും ആഹാരം കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഇടത്തെ കൈയാണെന്നുണ്ടെങ്കിൽ ഇത് ഇടത്തെ കൈയിലാണ് പതിപ്പിക്കേണ്ടത്. ഇതിന്റെ ഇടയ്ക്ക് ഞാനിത് പറയുവാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയുമാണ് കർമ്മം. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഫലം വന്നു എന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു.